പാർത്ഥസാരഥി, ഇത്ര ഉച്ചത്തിൽ ആരാടെ പാട്ട് വെച്ചിരിക്കുന്നത്? ആ, അറിയില്ല, ചിലപ്പോ നാളായിട്ടായിരിക്കും. വാ, നമുക്ക് പോയി നോക്കാം. ആ, ഇതെന്തത്? ഇതെന്താണത്? നമ്മ നമ്മ കർത്താവ്, ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ അത്? അമ്മ വാ മോളെ, നമുക്ക് കളിക്കാം. നിങ്ങളെല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്ത് പറ്റി? എന്റെ പൊന്നു കെട്ടിയോളെ, നീയേ, നിനക്കെന്താ തലക്ക് വല്ല പ്രാണം പിടിച്ചോ? എന്തോന്നാ നീ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? ഈ രാവിലെ തന്നെ ഇത്ര ആയി ഹോളിയത്തില് സോങ്ങും വെച്ചിട്ട്. ഇതാണോ ഞാൻ സൂംബ ഡാൻസ് കളിച്ചതല്ലേ? ഞാൻ ഇന്നാളെ ക്ലബിൽ പോയപ്പോൾ അവിടുത്തെ തള്ളച്ചികൾ പറയാ എൻ്റെ ബ്യൂട്ടി ഫേസ് കണ്ടിട്ട് ഞാൻ അകത്തടിച്ചു വണ്ണം വെച്ച് തീർത്ത് വരികയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഈ സൂംബ കളിച്ചിട്ട് അങ്ങ് വണ്ണം കുറയ്ക്കാന്ന് വിചാരിച്ചു. അയ്യോ, നമ്മോട് വെച്ച് സൂംബ ഡാൻസ് അല്ല കളിച്ചിരുന്നത്, ഞങ്ങൾ വിചാരിച്ചു സോംബി ഡാൻസ് ആണെന്ന്. അയ്യടാ, നിനക്ക് അതല്ലാതെ അപ്പുറം തോന്നുവാടാ. എൻ്റെ ബ്യൂട്ടി കോൺഷ്യൻസിനെ കുറിച്ച് നിനക്കൊക്കെ എന്തറിയാം? അത് ശരിയാ നമ്മ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നന്നായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പൊട്ടിയിടാനൊന്നും അറിയത്തില്ലല്ലോ. മിണ്ടാതിരിക്കടാ അവിടെ, എന്നെ മേടിച്ച കൂട്ടണ്ടായിരുന്നു രാവിലെ. മതി മതി, രാവിലെ തന്നെ ഇനി എല്ലാവരും കൂടി ബഹളം വെക്കണ്ട. മമ്മ ഫ്രഷ് ആയിട്ട് വാ, വല്ലതും കഴിക്കാൻ നോക്കാം. അല്ല, ഇത്രയും കോലാഹലം പറഞ്ഞിട്ട് ജിഷന്മാരും ഭയാനങ്ങളും എന്റെ കൊച്ചുമക്കളൊന്നും ഈ വഴിക്ക് കാണാനില്ലല്ലോ. എവിടെ പോയി? അത് വേറൊന്നുമില്ല ഡാഡ്, നമ്മ ഒരാഴ്ചയായിട്ട് ഈ അംഗം തന്നെയാണല്ലോ അവന് കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇന്നലെ തന്നെ ചെവിയിൽ ഒരു ലോഡ് പഞ്ഞി തിരികിട്ടാ കിടന്നുറക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും അറിയാത്തത്. ആ മതി മതി, ഒക്കെ പിരിഞ്ഞു പോയി. ഒരൊറ്റ അതിനോട് കാണാതെ ചെല്ലിച്ചന്. ഡെന്നി, ജിഷൻ, പാർത്ഥസാരഥി, നിങ്ങൾ 3 പേരോടും കൂടി പറയാ, നാളെ ഈ സ്പീക്കറോട് കാണരുത്. എല്ലാവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ തല്ലി പൊട്ടിക്കെങ്കിലും ചെയ്യണം. പാട്ട് പിന്നെയും കേൾക്കാം, പക്ഷെ അവളുടെ ഡാൻസ് അത് സഹിക്കുന്നില്ല. എനിക്ക് പറഞ്ഞു മനസ്സിലായല്ലോ. അവിടെ നിൽക്കുന്ന മോളെ, നീ ഇന്ന് പോയി പോണേ? ഈരുമായിട്ട് ഒരു ഓടി പോവാണ്. എനിക്ക് തരാളൊന്നും തന്നില്ല. രാവിലെ തന്നെ വെറുതെ കളിക്കാതെ മാറുന്നുണ്ടോ? കുട്ടൂസിന് അവിടെ എണീറ്റിട്ടുണ്ടാവും. അവന് കിടക്കിന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ ഞാൻ ചെല്ലണം. മാറി നിന്നെങ്ങോട്ട്. അങ്ങനെ കുട്ടൂസിന്റെ പേര് പറഞ്ഞ് നീ എന്റെ അടുത്ത് പോവാന്ന് വിചാരിക്കട്ട. അവന്റെ അടുത്ത് നമ്മുടെ പിള്ളേരെ മോളുണ്ടാവും, അവള് നോക്കിക്കോളാം അവനെ. നീ ഇവിടെ തന്നെ കിടക്കും. വേണ്ടോ ഇനി പറഞ്ഞ നേരം കളഞ്ഞ് ശരിയാവില്ല എന്റെ പൊന്നിടങ്ങളെ. അടുത്തേക്ക് വരരുത്, ഒന്ന് മാറി നിൽക്കും. നീ ഒന്ന് തള്ളിയിട്ടിട്ട് പോകുന്നൊരു വേഗം ഫ്രഷ് ആവാൻ നോക്ക. വർക്കിന് പോണ്ടതാ, ഞാൻ പോവാണ്. ബായ്. ചെല്ലടി ചെല്ലേ, പൊന്നിട്ടങ്ങളെ, പിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. കുട്ടൂസി എഴുന്നേറ്റില്ലേ? രണ്ടാളും ശബ്ദമില്ലല്ലോ. ആഹാ, എന്താ കുട്ടൂസി എണീറ്റിട്ട് മമ്മി വിളിച്ചില്ലല്ലോ. കുട്ടൂസി മമ്മ മിണ്ടൂല്ല, കത്തി. മമ്മ രാവിലെ വന്ന് വിളിക്കാത്തതിന്റെ വിഷമായി കാണുന്നത്. കൊറേ നേരം ഇരുന്ന് കരഞ്ഞു മമ്മ. ഞാൻ സമാധാനിപ്പിച്ചിട്ടാ കരച്ചിട്ട് നിർത്തിയത്. ഓ, മമ്മയുടെ കുട്ടൂസി പിണക്കത്തിലാണോ? ക്ഷമിക്കുന്നേ, മമ്മന്ന് കുറച്ച് നേരം വൈകിട്ട് എണീറ്റോണ്ടല്ലേ. മമ്മയ്ക്ക് കുട്ടൂസിനെ ഇഷ്ടമല്ലാന്ന് കുട്ടൂസിന് അറിയാം. ഡാഡേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടല്ലേ മമ്മ കുട്ടൂസിനെ അടുത്ത് കെട്ടാതെ ഡാഡേനെ അടുത്ത് കെട്ടുന്നേ. കുട്ടൂസിന് ഇഷ്ടമാണെങ്കിൽ മമ്മ ഡാഡെ ഡിവോഴ്സ് ചെയ്യും. നിനക്കിത് എവിടെ നിന്നാ കുട്ടൂസി ഇങ്ങനെയൊക്കെ കിട്ടുന്നേ? എന്റെ കുട്ടിക്കുരുമാ, നീ ആളെ കൊല്ലാലോ. മമ്മ അത് കാര്യക്കില്ല, അവന് ദേഷ്യം കൊണ്ട് പറയുന്നതാ. കുട്ടൂസി, മമ്മേനെയും ഡാഡിനെ ഒന്നിപ്പിക്കാൻ ചേച്ചി എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? നീ എത്ര പെട്ടെന്ന് അവരെ വേറെ പിടിക്കുന്ന കാര്യം പറയുന്നേ? ചേച്ചിക്ക് ഒന്നും അറിയില്ല, ചേച്ചി കൊച്ചു കുട്ടിയാ. ഗ്രാൻഡ്മ പറഞ്ഞു തന്നിട്ടില്ലേ ഒരു വേമ്പയറിന്റെ സ്റ്റോറി? അതില് വരുന്ന വേമ്പയർ നമ്മുടെ ഡാഡാ. മമ്മയുടെ കഴുത്തിൽ കടിച്ചിരിക്കുന്ന കണ്ടോ? വേമ്പയറാ? എന്റെ കുഞ്ഞ കുട്ടൂസ് അങ്ങനെയൊന്നും ഇല്ല. ഇത് കൊതു കടിച്ചതാ മമ്മേനെ, അല്ലാതെ ഡാഡിയൊന്നും അല്ല. മമ്മൊന്നും പറയണ്ട, ഞാൻ എന്റെ കണ്ണിന് നേരെ കണ്ടതാ. കുറച്ചും കൂടി വലുതായിട്ട് വേണം എന്റെ ഡാഡിനെ എടുത്ത് ഫൈറ്റ് ചെയ്യാനൊക്കെ. എടാ കുട്ടിത്തന്നെ, അങ്ങനെ മൊട്ടേന്ന് വിരയിട്ടതാ. എന്നിട്ട് നീ ഞാനായിട്ട് ഫൈറ്റ് ചെയ്യുവാ? എന്താ ഡയന മോളെ, ഇത് എന്താ ആടെ സ്വഭാവം കിട്ടിയിരിക്കുന്നത്? എന്താ സംശയം? ഇച്ചാന്റെ അതേ സ്വഭാവം തന്നെ രണ്ടാൾക്കും കിട്ടിയിരിക്കുന്നത്. റിച്ചു കാട്ടിക്കുട്ടിയത് ഞാൻ പറയണ്ടല്ലോ.
പിന്നെ രണ്ടാമത്തേത് ഇപ്പൊ കാട്ടി കൂട്ടുന്നതും കാണുന്നുണ്ട്. ഇച്ചായനായി ഇച്ചാന്റെ മക്കളായി. ഞാനേ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കാം, വന്ന് കഴിക്കാൻ നോക്കാം എന്തായാലും. ഞാൻ മമ്മി ഡാഡിക്ക് വിട്ടരില്ല. അയ്യോ, ആദ്യം നീ പോയിട്ട് ഫൈറ്റിംഗ് എന്ന് മര്യാദയ്ക്ക് പഠിക്ക്, എന്നിട്ട് വാ തുറന്ന് ഇതും വായി വെച്ച് ചപ്പിക്കൊണ്ടിരിക്കെ. ഈ പ്രായത്തിൽ ഇതാ ചെയ്യേണ്ടത്. ആദ്യം മുട്ടയും പാലും കോടിച്ചതിന്റെ പൊന്നുമോനൊന്ന് വളര്, എന്നിട്ട് ഡാഡിയുടെ ഒപ്പം ഫൈറ്റ് ചെയ്യാം കേട്ടോ, മൈ ലിറ്റിൽ വെമ്പയറെ. സാരമില്ല കുട്ടേസേ, നമുക്ക് പിന്നെ ഫൈറ്റ് ചെയ്യാം കേട്ടോ. മമ്മ അടുത്തേക്ക് ചെല്ലേ, ചേച്ചി വരാവേ. ഓടിനെ സൂക്ഷിച്ച്. കർത്താവേ, ഞാൻ ചേർത്ത് വെച്ചത് ഇവൻ വേർപിരിച്ചു വിടുന്ന അവസ്ഥയാണ്. എന്ത് കഴിപ്പടേ കഴിക്കുന്നേ? നിന്റെ പ്ലേറ്റിന് ആരും എടുത്തോണ്ട് പോയില്ല, പതിയെ കഴിച്ചാ പോരെ. അതെന്തെന്റെ മമ്മ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് ഒരു 10:30. ഇപ്പൊ തന്നെ 9:30 ആയില്ലേ, നേരം വൈകി, അതിന്റെ സ്പീഡപ്പാ. ആർക്കെ കമ്പനിയുടെ പ്രോജക്റ്റ് അല്ലേ അത്? ഇത്ര നാളായിട്ട് എന്താ ഫൈനാൻസ് ചെയ്യാത്തത്? ഇപ്പൊ കുറെ ദിവസമായില്ലേ? ഡാഡ്, ഒന്നാമത് എൻ്റെ എൻ്റെ കൂടെ ഇല്ലാത്ത കാരണം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഡയാന മാത്രമല്ലേ ഉള്ളൂ, എല്ലാം ഓടി എത്തിക്കാൻ അവളെ കൊണ്ട് പറ്റണ്ടേ, അതുകൊണ്ട് 1 വീക്ക് ഒന്ന് ലൈറ്റ് ആയി. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യാന്ന്. പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തൊരു ബോറടിയാന്നറിയാം ഇവിടെ. മമ്മിയാണെങ്കിൽ ക്ലബിലും പോകും. ജിമ്മി, നമ്മൾ മുന്നേ സംസാരിച്ചതല്ലേ, ഇനി ഇതിനെക്കുറിച്ചുള്ളൊരു സംസാരം വേണ്ട. ഡോക്ടർ നിന്നോട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജിമ്മി, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കണമെന്ന്. നിന്റെ 2ാം മാസം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ റിസ്ക് ഒന്നും എടുക്കണ്ട, നീ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ എല്ലാവരും ഓഫീസിലെ കാര്യം നോക്കാൻ. ഇച്ചായ, വീട്ടിലേക്ക് പോവാം. കുട്ടികളെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എനിക്ക് കുട്ടികളെ കാണാൻ തീർച്ചയായി. പിന്നെ ജിമ്മിനി. അപ്പൊ എന്നെ മിസ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പം കൂടുതലുണ്ട്, എന്നെ ബോറടിച്ചു തുടങ്ങിയല്ലേ. മക്കളെ ജിമ്മിനെ കൂടുതൽ മിസ് ചെയ്യുന്നു. ചെല്ലേ നടക്കട്ടെ, ഞാൻ പിന്നെ വന്നോളാം, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ഇച്ചായ, ഒരു കാര്യം പറയാനുണ്ട്, ഒന്നും തോന്നരുത് കേട്ടോ. നല്ല അസൂയം കുശിപ്പുണ്ട്. ഒരു മാഫിക്ക് ഇതൊന്നും ചേരില്ല. ഞാൻ പോണു. അങ്ങനെ പോയാലോ? എന്റെ പൊന്നു മോനെ ഡയാനെ, ഒത്തിരി അവിടെ. അയ്യോ ഇച്ചായ, എന്താ ഈ കാണിക്കുന്നത്? ഓഫീസാണ്, വിടുന്നുണ്ടോ? എന്താ പൊന്നുമോന്റെ ഉദ്ദേശം? ഞാനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നില്ലോ. കഴിഞ്ഞു ചെയ്യാം, ഇനി ഞാൻ പോകട്ടെ. ചെല്ലെ സൂക്ഷിച്ചു പോ, ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം കേട്ടോ. എന്ത് പറ്റി ബ്രോ? ഭയങ്കര ടെൻസ് ആണല്ലോ. എന്താ ഓഫീസില് ഞങ്ങൾ അറിയാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫീസിൽ എന്ത് പ്രശ്നം ഉണ്ടായാലാ? ഡിംബിയുടെ കാര്യം വെച്ചാൽ ഡോക്ടർ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആ പ്രഗ്നൻസിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അവള് കേൾക്കൂല. റിലാക്സേഷൻ ബ്രോ, അവളുടെ കാര്യം അറിയാവുന്നല്ലേ. കുറച്ച് കുട്ടിക്കടിയും കുറച്ച് പിടിവാശി അവൾക്ക് കൂടുതലാണ്. അത് കുറച്ച് ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രഗ്നൻസി ആയപ്പോ ശേഷം കുറച്ച് കൂടുതലാ അനുഭവിക്കേണ്ടത് ഞാനല്ലേ, അതൊരു ബുദ്ധിമുട്ട്. റിലാക്സ് ജേജൻ, പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയില്ലേ. വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ചെറുതല്ലേ, അത് എല്ലാവരുടെ പ്രഗ്നൻസിയിലും കാണും. ഞാൻ ഡെമ്പിയെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ കർത്താവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കുട്ടിയും ഡെമ്പി. കാരണം അവൾ ആരോടൊരു തെറ്റും ചെയ്തിട്ടില്ല, അതോടൊന്നും വരത്തില്ല. നീ റിലാക്സ് ആവ്. മമ്മ വീട്ടിലെത്തിട്ടോ? മമ്മയുടെ കുട്ടൂസ് എവിടെ? Oh my baby. കുട്ടൂസൻ സ്നാക്സ് ഒക്കെ കഴിച്ചു വന്നിട്ട്. പിന്നെ റിച്ചുമോൾ എവിടെ? മമ്മ, ഗ്രാൻഡ്മ വന്നപ്പോ തന്നെ സ്നാക്സ് എല്ലാം കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. വെരി ഗുഡ്. രണ്ടാളും പോയിരുന്ന് പഠിക്കും, ഹോംവർക്ക് ഒക്കെ ചെയ്യട്ടോ. അപ്പേക്ക് മമ്മ വേഗം ഫ്രഷ് ആയിട്ട് വരാം. ബാപ്പ വന്നപ്പോ എന്ത് നല്ല കുട്ടികളാ. ഈ കളിപ്പാട്ടൊക്കെ അവിടെ ഇവിടെ ഇട്ടിരിക്കണ കണ്ടല്ലേ? അല്ല മോളെ, ജിസൻ വന്നില്ലേ? നീ ജിഷന്റെ ഒപ്പമാണല്ലോ വന്നത്. ഇച്ചാനെ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു, കുറച്ചതിനെ എത്തുന്നു പറഞ്ഞു. ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ മമ്മ. നിനക്ക് സമയത്തിന് ഭക്ഷണം കഴിച്ചൂടെ? എന്റെ കൈയൊന്ന് പിടിക്കണ്ട കുട്ടിയാ നീ. സോറി ഇച്ചായ, സോറി. ഓക്കെ, എന്നെ കാത്തിരിക്കാതെ നേരത്തും കാലത്തും ഭക്ഷണം കഴിക്കണം കേട്ടോ. ഈ ഇച്ചാൻ എന്താ ഫോൺ എടുക്കാതെ? ആഫ്റ്റർ ഫ്രീജോ? ഇത് കിട്ടുന്നില്ലല്ലോ, ഇത് ഇവിടെ പോയി കിടക്കുക. രാത്രിയായോടെ. ഹേയ് ബേബി,
എന്ത് പറ്റി? നീ എന്ത് ടെൻസ് ആയിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല ടിമ്മി. ഇച്ചാൻ എന്നോട് വേഗം വരാന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇത്ര നേരമായില്ലേ, ഇരുട്ടി തുടങ്ങി, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. എനിക്കെന്തോ ഒരു പേടി പോലെ. നീ എന്തിനാ പേടിക്കുന്നത്? അത് നമ്മുടെ ജിസനല്ലേ, അവനൊന്നും പറ്റത്തില്ല. അവൻ്റെ കാര്യം അറിയാലോ, ഒരു വർക്കിൽ പെട്ട അതിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കും. നീ റിലാക്സ് ആയിട്ടിരിക്കെ. അത് ശരിയാ, ഞാൻ അത്ര ആലോചിച്ചില്ലാതെ. നീ ഇങ്ങനെ മൂടിയായിട്ട് ഇരിക്കില്ലടാ. എന്തായാലും നിന്റെ മൂഡ് മാറ്റി ഒരു കാര്യം ചെയ്യാം. നീ എനിക്കൊരു സ്റ്റോറി പറഞ്ഞായിട്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് കേൾക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സ്റ്റോറിയാണ്. ഞാൻ മാത്രമല്ല, കാണുന്ന പ്രേക്ഷകരും. എങ്ങനെയാണ് കുട്ടൂസിനുണ്ടായത്? ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടും നിങ്ങൾ എലിയും പൂനയായിട്ട് എപ്പോഴും ഇരിക്കട്ടായിരുന്നു. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഒന്ന് വിശദീകരിച്ചെന്ന്. എന്റെ ടിമ്മി, നിനക്ക് എന്താ ചോദിക്കേണ്ടതൊരു വ്യവസ്ഥയില്ലടി? ഇല്ല, നിന്റെ സെക്കൻഡ് നൈറ്റിനെ കുറിച്ച് എനിക്കറിയാൻ നല്ലാത്തൊരാഗ്രഹം. നീ മര്യാദയ്ക്ക് പറഞ്ഞെന്നു എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തത്. അയ്യേ, ഇവിടെ കൂട്ടി ഞാൻ തോറ്റു. അന്നൊരു ദിവസം നീയും റിച്ചും കൂടി നേരത്തെ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. ഞാനും ഇച്ചാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ടിമ്പി നേരത്തെ ഓഫീസിൽ പോയല്ലോ. ഈ വർക്ക് തീർത്തിട്ട് വേണം എനിക്കും പോവാൻ. ബേബി, ഡാഡിക്കായിട്ട് അവിടെയൊന്ന് എടുത്തേരോ ബേബി? ഇതാട്ടാ അവിടെ തുറക്കോ? ഞാൻ ലിറ്റിൽ ബേബി ആണ് വിളിച്ചത്. ബിഗ് ബേബി ആണ്. അത് അവള് നേരത്തെ തന്നെ പോയി ടിമ്പിയുടെ ഒപ്പം. ഇത് പിടിക്കും. ഓക്കെ, കമ്പനിക്ക് പോരുന്നു. എനിക്ക് ആർക്കും കമ്പനി കൊടുക്കണത് ഇഷ്ടമല്ല. ഞാൻ ഫ്രഷ് ആയതാ. അങ്ങനെയൊക്കെ പോയാലോ? അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. സാരമില്ലടി, ഇനി നീ ഈ ചായം ചോദിച്ചിട്ട് അവരെടുത്ത് കൊടുക്കണ്ട കേട്ടോ. ടിമ്മി, അയ്യോ, ഇവിടെ കൊണ്ട് ഞാൻ തോറ്റു. ജേസൺ ക്രിസ്ത്യൻ ഫെർണാണ്ടസ് ഒരുപാട് ഉയരങ്ങളിൽ കയറിപ്പോയി. അതേ അഴിയിൽ തന്നെ താഴെ വന്ന് വീണാലും അതിൻ്റെ ആഘാതം കൂടും. അത് തന്നെ എനിക്കും വേണ്ടത്. യുവർ ഡെത്ത് ഈസ് കൗണ്ട് ഓൺ സ്റ്റാർട്ടിങ്. ഓ നോ, ഒരുപാട് നേരം വൈകി. വീട്ടിലെത്തുമ്പോൾ അതിനുള്ളതും കൂടി എൻ്റെ ഡയാന ബേബിയുടെ നിനക്ക് കേൾക്കേണ്ടി വരും. ഇത് ബ്രീത് കിട്ടുന്നില്ലല്ലോ. ഓ നോ, ഓ ഗോഡ്. കുറെ നേരായല്ലോ, ഇതുവരെയായിട്ട് അവനെ എത്തിയില്ലല്ലോ ചായ. അവനെന്തെങ്കിലും തിരക്ക് വന്നിട്ടുണ്ടാവും. വരേണ്ട കാര്യം. ഇതെന്താ പറ്റി? ബേബി, ഒന്നുമില്ല. എനിക്ക് ചെറുതായിട്ടൊരു ആക്സിഡന്റ് സംഭവിച്ചതാ. ഞാൻ ഓക്കെയാണ്. എനിക്കറിയാതെ. മോനെ, എന്താ ചെയ്യ പറയുന്നത്? ചെറിയ ആക്സിഡന്റോ? നന്നായിട്ട് മുഖത്തൊക്കെ പാടുണ്ട്. ആരും കരയാൻ മാത്രമുള്ള ആക്സിഡന്റ് ഒന്നല്ല, ചെറുതായിട്ടല്ലോ. ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, മോളേതാ? ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പേര് ചിത്ര. അങ്കിളിന് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ കൂടിയാ. ഞാൻ വരുന്ന വഴിക്കാ ജിസന്റെ വണ്ടി ആക്സിഡന്റ് ആയി കിടക്കുന്നത് കണ്ടത്. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് മോളെ. ആ വഴിക്ക് മോൾക്ക് വരാൻ തോന്നിയത് കർത്താവിൻ്റെത് തീരുമാനം പോലെ. ആൻറ്റി, കുഴപ്പമൊന്നുമില്ല. അവനിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇതവൻ്റെ ടാബ്ലറ്റ്സാ. ഇതൊക്കെ കറക്റ്റ് സമയത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പോട്ടെ, എനിക്ക് ഇനി ടൈമില്ല നിൽക്കാൻ. അന്ന് ചിത്ര, താനിങ്ങനെ ഈ രാത്രി പോകുന്നത്? ഞാൻ ആരെങ്കിലും കൊണ്ടാക്കാൻ പറയാം. ജിസൻ ഈസ് ഓക്കെ. ഞാൻ ഡാഡിയോടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാഡിയെ ഡ്രൈവറെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് വന്നിട്ടുണ്ടാവും. ഞാൻ പോട്ടെ എന്തായാലും. അന്ന് ചിത്രയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നാണെങ്കിലും ഇപ്പോൾ ആ കുട്ടിയല്ലേ ഇച്ചേനെ സഹായിച്ചത്. ഈ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഗെയിം സ്റ്റാർട്ട് നൗ. ഇച്ചേൻ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലായിരുന്നോ? എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല, മക്കളൊക്കെ ഇവിടെ? രണ്ടുപേരും ഇവിടേക്ക് കണ്ടില്ലല്ലോ. അവരെ ഞാൻ നേരത്തെ തന്നെ ഉറക്കി. ഇച്ചാനെ ഈ അവസ്ഥയിൽ കണ്ട അവർക്ക് സഹിക്കില്ല. ഇച്ചായ, ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നല്ലേ. നമുക്ക് ഈ മാഫിയ വർക്കൊന്നും വേണ്ട. ഇച്ചാൻ്റെ വണ്ടി എന്തായാലും പെട്ടെന്നൊന്നും ബ്രേക്ക് ഡൗൺ ആവില്ലല്ലോ. ആരെന്തെങ്കിലും ചെയ്തതായിരിക്കും.
ബേബി ഡയാന, എന്താ പേടിച്ചു പോയോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പേടിയുണ്ട് ഇച്ചായ. ഒരു പ്രാവശ്യം റിച്ചുമോൾക്ക് സംഭവിച്ചത് കണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പൊ ഇച്ചായാലും. എനിക്കിപ്പോഴാണ് ഒരു കുടുംബം കിട്ടിയത്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇച്ചായ. ഇതൊന്നും വേണ്ട നമുക്ക്. നീ എന്താ പറഞ്ഞു വരുന്നേ? അവന്മാരെയൊക്കെ പേടിച്ച് ഞാനെന്താ മാഫിയ പദവിയും കളഞ്ഞ് ഒരിടത്തും ചെന്ന് ഒളിച്ചിരിക്കണമെന്നാണോ? എന്നെ കൊണ്ട് അത് പറ്റില്ല. ഒളിച്ചിരിക്കണമെന്നൊന്നും പറഞ്ഞില്ല. ജീവൻ നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചു കിട്ടില്ല ഇച്ചായ. റിച്ചുമോൾ പ്രാവശ്യം സംഭവിച്ചു, ഇപ്പൊ ഇച്ചായാലും സംഭവിച്ചു. അത് എനിക്കോ ഡിമ്പിക്കോ അമ്മയ്ക്കോ ഡാഡിക്കോ ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം. നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടില്ല ഇച്ചായ. സ്റ്റോപ്പ് ഇറ്റ് ഡയാന. നിനക്ക് അറിയാലോ ഞാൻ ആരാണെന്നും എന്താണെന്നും. അത് അറിഞ്ഞിട്ടുണ്ടല്ലോ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. പിന്നെ എന്തിനാ ഇതുപോലെ ഒരു വർത്തമാനം? പിന്നെ എന്നെ എതിർക്കുന്നവരെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാൻ എനിക്കിഷ്ടം, അല്ലാതെ അവരെ കാൽച്ചുവട്ടിൽ പോയി കിടക്കാനല്ല. ഇനി ഇതും പറഞ്ഞ് നീ എന്റെ മുന്നേ വന്നേക്കരുത്. ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കാൻ പോലും ഇച്ചായ നിന്നില്ലല്ലോ. കർത്താവ്, ഇനിയും നീ പരീക്ഷിക്കുകയാണോ? എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചെന്ന് കരുതിയപ്പോ വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണോ? ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നീ തട്ടിത്തെറിപ്പിക്കല്ലേ? ഇച്ചായ, ദാ കോഫി. എനിക്ക് വേണ്ട, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ബൈ. ഇച്ചായ ഇപ്പോഴും ദേഷ്യത്തിലാണോ? ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടോ? പിന്നെന്താ, കുട്ടീസിന് ഒരു പെട്ടി ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. എന്റെ മൂട്ടിക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട ദാദാ. നേരത്തെ വന്നാൽ മതി. നേരത്തെ വന്നിട്ട് ഞങ്ങളുടെ ഒപ്പം കളിച്ചാൽ മതി. ഓക്കെ മൈ പ്രിൻസസ്, ഡാഡ വേഗം വന്നിരിക്കും. ബൈ മൈ ലിറ്റിൽ വാമ്പിയർ. മമ്മ, ഞാൻ പോവാണ് കേട്ടോ. ഇച്ചായ, ഇച്ചായ. ഇവളിതെങ്ങോട്ട് ഓടി വരുന്നത്? ഛേ, പോയോ? ബേബി, എന്താ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കായ് പോലും പറയാതെയാണല്ലോ പോയത്. ആ, പ്രശ്നമൊന്നുമില്ല. എന്നോട് ബൈ പറഞ്ഞല്ലോ. റൂമിൽ വെച്ചിട്ടാ പറഞ്ഞത്. ഒരു കിസിങ് ബൈ. ഞാൻ പിള്ളേർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കട്ടെ. എന്നാർക്കും മുടക്കല്ല. എന്ത് മോളെ റിച്ചു? ടിമ്മി എവിടെയോ എന്തോ തകരാറുള്ള പോലല്ലേ. അത് തന്നെ, നിന്റെ മമ്മയല്ലേ ഇപ്പം നേരത്തോടെ സ്നാക്സ് ഉണ്ടാക്കിയത്. ഇനി എന്ത് സ്നാക്സ് ഉണ്ടാക്കാനാ? ടിമ്പി, ഇന്നലെ ഉറക്കത്തിൽ നിന്ന് ഞാൻ ടോയ്ലറ്റിൽ പോയി എണീറ്റപ്പോഴേ മമ്മിയുടെയും ഡാഡിയുടെ റൂമിൽ നിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങേണ്ടി വരുമല്ലോ. എന്നാൽ അവരെ നന്നായി നമുക്കൊന്ന് വാച്ച് ചെയ്യാം. താങ്ക് യു ചിത്ര. നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺട്രാക്ടർക്ക് മനസ്സിലായി. എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ തന്നെ എൻ്റെ ജീവൻ രക്ഷിച്ചു. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ താരിപ്പം വരികയും ചെയ്തില്ലേ. ജിസൻ, അത് എന്തേലും ഉണ്ടായിരുന്നില്ല അന്ന് തെറ്റ്. പിന്നെ ഞാൻ ജിസനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഞാൻ സ്നേഹിക്കുന്ന ആളെ ഒരു അപകടത്തിൽപ്പെട്ട എങ്ങനെ അയാൾ അവരെ ഇട്ടിട്ട് പോരുന്നത്? എന്തായാലും തൻ്റെ ഈ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഫാമിലി എല്ലാവരും തന്നോട് കടപ്പെട്ടിരിക്കുക. എന്തിനാ ജിസൻ വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്? തൻ്റെ മനസ്സിൽ എനിക്ക് ഇടമില്ലെങ്കിലും ഞാൻ തൻ്റെ ഒരു ഫ്രണ്ടല്ലേ. ഓക്കെ, തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പഴയ കോൺട്രാക്ട് നമുക്കൊന്ന് പുതുക്കിയാലോ? ക്യാൻസൽ ചെയ്തത്. താങ്ക് യു ജിസൻ, താങ്ക് യു. ഐ എം സോറി. ഇതൊക്കെയും ചിത്ര. എന്തായാലും ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈ. ബൈ. ഒരു പ്രാവശ്യം കൈവിട്ട് കളഞ്ഞതാ, വീണ്ടും ഞാൻ പിന്നെ കൈവിട്ട് കളയില്ല. ഇച്ചയ നേരത്തെ വന്നോ? എന്തൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. ഇപ്പോഴും ദേഷ്യം മാറില്ലേ? രാത്രി എങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നോക്കട്ടെ. ഇച്ചായ വന്നോ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കണമെന്നറിയോ? ഇങ്ങനെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. ഇച്ചായ ഇത്ര നേരത്തെ കിടക്കാണോ? ഞാനിവിടെ കാത്തിരിക്കുന്ന കണ്ടോടെ ഇച്ചായ. സ്റ്റോപ്പ് ഇറ്റ് ദിസ് നോൺസെൻസ് ഡയാന.
നീ ഇന്നലെ പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. നിനക്ക് നിന്റെ ജീവനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാം. സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നീ പോയി ജീവിക്കാൻ. ഇപ്പം ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു ചെയ്യാ. നിക്ക് ചെയ്യാ, ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ എന്റെ പ്രണയത്തിൽ അവളവരുടെ ജീവന വില കൽപ്പിക്കുന്നു. മോളിതെങ്ങോട്ടാ ഈ രാവിലെ തന്നെ? അതമ്മ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാ. ഷോപ്പിങ്ങിന് പോവാണെങ്കിൽ ഇവരെ കൂടെ കൂട്ടിക്കൂടെ? ജിസൻ മോളുടെ ചെല്ലേ. പാർത്ഥസാരഥയും ഡെന്നിയാണെങ്കിൽ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അവരെ കൂടെ വിടായിരുന്നു. അയ്യോ അമ്മ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. അതൊന്നും സാരില്ല അമ്മേ, ഞാൻ പൊക്കോളാം. ഞാൻ പോയിട്ട് വേഗം വരാം. ബായ്ന. ടിംബി, നമ്മുടെ നിരീക്ഷണ പ്രകാരം ഇവർ രണ്ടുപേരും ഇപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കുകയാണല്ലോ. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ആക്ഷനിലേക്ക് ഇറങ്ങാം. നമ്മൾ തന്നെ അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാം. ഇവര് രണ്ടുപേരെന്താ അവിടുത്തെ വർത്താനം പറയുന്നത്? രണ്ടെണ്ണം കൂടി എന്തോ ഒപ്പിക്കുന്നുണ്ട്. കർത്താവേ, ആ ടെന്നിയും പാർശ്വത ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമോ?